ഈ അടുത്ത സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ, ടെലിവിഷൻ, ഇതിനകത്തൊക്കെ നിങ്ങൾ വാർത്ത കണ്ടു കാണും. ഇസ്രായേൽ ഇത്ര സ്ത്രീകളെ, പലസ്തീൻകാരായ ഗാസയെ താമസിച്ചവരെ റീഹാബിലിറ്റേഷൻ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അവരെ വെടിവെച്ചു കൊന്നു. അതിൻ്റെ അകത്ത് സ്ത്രീകളും കുട്ടികളും ഉണ്ട്. ഒരു ദിവസം 15 പേരും കൊല്ലപ്പെട്ടു. അടുത്ത ദിവസം 20 പേര് കൊല്ലപ്പെട്ടു. അതിൻ്റെ അകത്ത് കുട്ടികളും ഉണ്ട്. ഇതൊക്കെ ഊതിപ്പെരിപ്പിച്ച വാർത്തയല്ല, സംഭവ സത്യം തന്നെയാണ്. ഈ കൊല്ലപ്പെട്ടു, സ്ത്രീകൾ കൊല്ലപ്പെട്ടു, കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ കള്ളത്തരമൊന്നുമല്ല, സത്യം തന്നെ. ഇന്റർനാഷണൽ ഗ്ലോബൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ഗ്ലോബൽ മീഡിയ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരതിനകത്ത് കൊടുക്കുന്നൊരു സംഭവമുണ്ട്. എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയുന്ന സംഭവം. പക്ഷെ അത് കേരളത്തിലോട്ട് വന്ന് കഴിയുമ്പോൾ ആ യാഥാർത്ഥ്യം ഇല്ലാതാകുന്നു. എന്താണ് യാഥാർത്ഥ്യം? നേരത്തെ അമേരിക്കൻ സേന ഇറാഖിലും അവിടെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അത് ആക്റ്റീവായിട്ട് ചെയ്ത സമയത്ത്, ഇതേപോലെ സ്ത്രീകൾ പർദ്ദയൊക്കെ വെച്ച് ഈ ട്രൂപ്പിൻ്റെ അടുത്തോട്ട് കയറി വരുന്നു, ഒന്നായിട്ടും രണ്ടായിട്ടും. അതായത് ഇവർ വരുന്നത് ഇവരുടെ ദേഹത്തെല്ലാം ബോംബ് വെച്ചിട്ടാണ് വരുന്നത്. അത് വന്നിട്ട് ഇവരുടെ അടുത്തോട്ട് പോയി അങ്ങ് കൊല്ലുക, ഇവരും ചാവുക. അതായത് സൂയിസൈഡ് അറ്റാക്ക്. അപ്പം അത് തന്നെയാണ് ഈ പറയുന്ന ഏകദേശം 80-82% ഇസ്രായേൽ അത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു ഗാസ.